ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ വരികയാണ്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അതിൽ പാലക്കാട് BJP ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. കഴിഞ്ഞ തവണ അവർ 2ാം സ്ഥാനത്ത് വന്ന സീറ്റാണ്. 3 ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി എന്ന കാര്യം അവിടെ നിൽക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്നലെ വോട്ടിന്റെ കണക്കൊക്കെ നിയമസഭയ്ക്കകത്ത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം വരുന്ന 6 മാസത്തിനുള്ളിൽ നേരിടാൻ പോകുമ്പോൾ എത്രമാത്രം തിരിച്ചു വരാൻ കഴിയും എന്നുള്ളത് ഗൗരവപൂർണമായൊരു ചോദ്യമല്ലേ? LDF-നെ സംബന്ധിച്ച് നോക്കൂ, 2 രാജ്യസഭാ സീറ്റ് വന്നത് 2 ഘടക കക്ഷികൾക്ക് കൊടുക്കേണ്ടി വന്നു. CPM-നെ സംബന്ധിച്ച് നോക്കുമ്പോൾ RJD ഇന്ന് വളരെ തുറന്ന ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഞങ്ങളോട് മര്യാദ കാട്ടിയില്ല എന്നൊരു ഘടക കക്ഷി പരസ്യമായി പറയുന്നത്, എണ്ണി പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു ശൈഥില്യം ഇടതുമുന്നണി നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇതേ അവസ്ഥയാണ് എങ്കിലോ എന്നൊരു സംശയം ഇപ്പോൾ തന്നെ മഥിക്കുന്നുണ്ടാവില്ലേ നിങ്ങളെ? അതെ, ഞാൻ ആദ്യം നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ 1-2 കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോവാം, എന്നിട്ട് ഇതിലേക്ക് വരാം. നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഒരു ഔദാര്യം കൊണ്ടാണ് CPM നിലനിന്നതെന്നാണ്. CPM-നെ കൂട്ടാതെ കഴിഞ്ഞ രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകകക്ഷികളും വേണ്ട, ഞങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ കോൺഗ്രസ്. ആ സംസ്ഥാനം BJP-ക്ക് കൊണ്ടുകൊടുത്തില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK, UP-യിൽ സമാജ്വാദി പാർട്ടി പോലെ ഒരു ഘടകകക്ഷി ഇല്ലാത്ത സംസ്ഥാനത്ത് നേരിട്ട് കോൺഗ്രസ് മത്സരിച്ച ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് രക്ഷപ്പെട്ടോ? മധ്യപ്രദേശ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ജാർഖണ്ഡ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സമാജ്വാദി പാർട്ടിയെ പോലെയോ മറ്റേതെങ്കിലും ഘടകകക്ഷികൾ, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ സ്വാധീനമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് BJP-യുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയിട്ട്, ഗുജറാത്ത് എടുത്തോ, ഗുജറാത്ത് പണ്ട് കോൺഗ്രസിൻ്റെ 2 നേതാക്കന്മാർ തമ്മിലുണ്ടായ തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJP അധികാരത്തിലേക്ക് വന്നൊരു സ്റ്റേറ്റാണല്ലോ ഗുജറാത്ത്. ആ ഗുജറാത്തിൽ മറ്റ് കക്ഷികൾക്കൊന്നും സ്വാധീനമില്ലാത്തതുകൊണ്ട് കോൺഗ്രസും BJP നേരിട്ടല്ലേ മത്സരിച്ചത്. അവിടെ എത്ര സീറ്റ് കോൺഗ്രസിന് കിട്ടി? കോൺഗ്രസിൻ്റെ വലുപ്പം കൊണ്ടാണ് ബാക്കി എല്ലാവരും നിൽക്കുന്നത് എന്ന തോന്നൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും വേണ്ട. തമിഴ്നാട്ടിൽ 9 സീറ്റ് കോൺഗ്രസിന് നൽകിയത് അവിടെ DMK-യുടെ നേതൃത്വത്തിൻ്റെ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മര്യാദ കൊണ്ടാണ്. അതല്ലാതെ കോൺഗ്രസിനെ പോലെ ഏതെങ്കിലും ഒരു സീറ്റിൽ അവർ പിന്തുണച്ചാൽ, ആ പിന്തുണ കൊണ്ട് ഒരു സീറ്റ് ഘടകകക്ഷി ജയിച്ചാൽ അത് ഞങ്ങളുടെ ഒരു ഔദാര്യമാണ് എന്ന് വീമ്പിളക്കുന്നത് ഒരു മര്യാദയല്ല, രാഷ്ട്രീയത്തിലെ ഒരു മര്യാദയല്ല. അത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ശേഷി എന്ന് പറയുന്നത് ഇന്ത്യയിൽ 400-ൽ പരം സീറ്റ് ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനവും ഭരിച്ച പാർട്ടിയാണ്. ഇന്ന് ഏതെങ്കിലും സ്റ്റേറ്റിലെ കുറച്ച് കക്ഷികളുടെ പിന്തുണയില്ലെങ്കിൽ 50 സീറ്റ് തേക്കാൻ പറ്റാത്ത പാർട്ടിയായി നിങ്ങൾ മാറിയിട്ടുണ്ട്. ഈ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും? ഘടകകക്ഷി ഉണ്ടെങ്കിൽ എത്ര സീറ്റ് കിട്ടും കേരളത്തിൽ? നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് കരുത്ത് വന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ വർദ്ധിച്ചു എന്നുള്ളത് ശരിയാണ്. അതിൽ ഞങ്ങൾ ദുഃഖിക്കുന്നില്ല. കോൺഗ്രസ് പൂർണ്ണമായി തകർന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്. BJP-യാണ് ഇന്ന്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്, കേരളത്തിൽ UDF വിജയിച്ചതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആശങ്കയൊന്നുമില്ല, എന്നാൽ BJP ഒരു സീറ്റ് ജയിച്ചതിലാണ് ഞങ്ങൾക്കുള്ള ആശങ്ക. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, അത് ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു മേൽവിലാസത്തിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ഇത്ര മോശമാണെങ്കിൽ എന്തിനാ ഞങ്ങളുടെ കൂടെ നിങ്ങൾ എല്ലായിടത്തും കൂടിയെന്തിനാ? നിങ്ങൾ കൂടാൻ പാടില്ലല്ലോ. ഞങ്ങൾ മോശമാണെങ്കിൽ അവിടെ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിൽ പിന്തുണച്ചതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയും പ്രചരണം നടത്തേണ്ടി വന്നിട്ടുണ്ടല്ലോ. അത് നടത്തിയിട്ടല്ല. അപ്പോൾ അത് 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ട്. അതിനൊരു മോശമായി ചിത്രീകരിക്കുന്ന നിലയല്ല സ്വീകരിക്കേണ്ടത്. അതിനെ പറഞ്ഞ് ഞങ്ങൾ ഇല്ലെങ്കിൽ ലോറി കയറിയ തവള പോലെയാവും എന്നെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുന്ന രീതി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ മര്യാദയില്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. കേരളത്തിൽ ഞങ്ങൾ ഇനി ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു, അത് യാഥാർത്ഥ്യമാണല്ലോ. ഞങ്ങൾ 2019 പരാജയപ്പെട്ടില്ലേ? ഒരു സീറ്റല്ലേ ഞങ്ങൾ അന്ന് ജയിച്ചത്? ആലപ്പുഴയിൽ 10,000 വോട്ടിനാണ് അന്ന് ജയിച്ചത് ആലപ്പുഴയിൽ. ഈ തവണ ഞങ്ങൾ ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് ജയിച്ചത്, ആലത്തൂർ. രാധാകൃഷ്ണൻ മാത്രമാണ് ജയിച്ചത്. ആ പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, യാതൊരു തർക്കവുമില്ല. ഇവിടെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ലോകസഭയിലേക്ക് BJP-യുടെ ഒരു പ്രതിനിധി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു. അത് ഞങ്ങളെ ആശങ്കപ്പെടുന്നതാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ
അത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൽ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രതയോടുകൂടിയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് പരാജയപ്പെട്ടു? വളരെ കൃത്യമായി പരിശോധിച്ച് ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടതെങ്കിൽ ഞങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ വളരെ നല്ല മനസ്സ് കാണിച്ചുകൊണ്ട് തീരുമാനങ്ങളെടുക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ എല്ലാ തെറ്റും ഞങ്ങളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് എന്ന് ഞങ്ങൾ സാധാരണഗതിയിൽ, ഞാൻ ചർച്ച പാർട്ടി സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ ഒരു ചെറിയ ധാരണയിൽ നിന്നുകൊണ്ട് മുഴുവൻ ഞങ്ങളൊരു തെറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് എന്ന ധാരണ ഞങ്ങൾക്കില്ല. ശരി, അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമുക്ക് വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കണ്ടത് ഞങ്ങൾ പറയേണ്ട സമയത്ത് ഞങ്ങൾ കൃത്യമായിട്ട് പറയാം. പക്ഷേ തോറ്റു എന്നത് യാഥാർത്ഥ്യമാണ്. ആ തോറ്റതിൻ്റെ യഥാർത്ഥമായ കാരണങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ തിരുത്തേണ്ടത് ഞങ്ങൾ തിരുത്തും. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ജനതാദൾ ഇന്നിപ്പോൾ RJDയുടെ പ്രസിഡന്റ് ആ പാർട്ടിയുടെ രാജ്യസഭാ സീറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ അഭിപ്രായമാണ്. അതല്ലേ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, അതിലെ ഒരു ഘടകകക്ഷിയാണ് RJD. ആ പാർട്ടിക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്തിട്ടല്ല ഒരു മുന്നണി പ്രവർത്തനം നടത്തുന്നത്. അവർക്ക് അവരുടെ അഭിപ്രായം പറയാം. പക്ഷെ അവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോകുന്ന പ്രശ്നമില്ലാന്നും അവർ പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയിലെ എല്ലാ ഞങ്ങൾക്ക് 2 സീറ്റ് ഉണ്ടായതിൽ CPM സാധാരണ ഒരു സീറ്റ് CPM എടുത്താൽ ഈ ചർച്ച ഇങ്ങനെയല്ലല്ലോ. CPMൻ്റെ വലിയേട്ട മനോഭാവമല്ലേ ചർച്ച ചെയ്യുക. ഇന്ന് ഞങ്ങൾ പിന്നെ കാണിച്ചിട്ടുള്ള ഏറ്റവും ശരിയായ രീതി, ഒരു മുന്നണിയാകുമ്പോൾ ചെയ്യേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ പിന്നെ അത് മുന്നണിയിലെ തർക്കം 2-ലധികം സീറ്റില്ലല്ലോ വേറൊരു പാർട്ടിക്ക് കൊടുക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുള്ള അഭിപ്രായം അവർ പറയണം. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അത് കേൾക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. ഘടകകക്ഷികളെ കേട്ട് മുന്നോട്ട് പോകും. എന്ത് പരിഹാരം കാണാൻ കഴിയുന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിക്കും എന്നാണ് CPM പറയുന്നത്.